ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്സർ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതുകൂടാതെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറി ചിക്കൻ കറിയുടെ രൂപത്തിൽ കടലക്കറി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സർ ഇട്ട് കൊടുക്കാം. മിക്സർ ഇതുപോലെ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. സാധാരണ നമ്മൾ ചായൻ്റെ കൂടെ മിക്സർ മാത്രമായിട്ട് കഴിക്കാറുള്ളത്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം. ഈ മിക്സറിലേക്ക് 1 കപ്പ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ് ഉള്ളി. ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല, ചിക്കൻ മസാല കുറച്ച് അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. ഇനി നമുക്കൊരു കടലക്കറി തയ്യാറാക്കാം. അതിനായിട്ട് രാത്രി കുതിർത്തി വെച്ച കടലക്കറി നന്നായി കഴുകി എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചു കൊടുക്കാം. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഈ കടലക്കറി കഴിക്കാൻ പറ്റും. കടലക്കറിക്ക് ആവശ്യമായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളിയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി, ഒരു തക്കാളിയുടെ പകുതി ഭാഗം. കടല ഇവിടെ വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും കൂടി. എല്ലാം വാടി വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക, ഇളക്കിയിട്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ കടലക്കറിയിൽ ഗരം മസാലപ്പൊടി ഒരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല, കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറുകിയിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കറി കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ രൂപത്തിലൊരു കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.